നമസ്കാരം. കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അൻസാർ ബുസ്താൻ. വിദ്യാർത്ഥികളുടെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹം ഒന്നിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VT സതീശൻ. പുതിയ കാലത്ത് വിദ്യാർത്ഥികൾക്കിടയിലുള്ള അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്കെതിരെ പൊതുസമൂഹം ജാഗ്രത പാലിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VT സതീശൻ പറഞ്ഞു. ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സുവർണ ജൂബിലി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം, ആക്രമണ സ്വഭാവം എന്നിവ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ അത്തരം വിദ്യാർത്ഥികളെ തിരിച്ചുപിടിക്കാൻ അധ്യാപകരും PTAയും നാട്ടുകാരും ഒറ്റക്കെട്ടായി രാഷ്ട്രീയം നോക്കാതെ രംഗത്തിറങ്ങണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്കൂളിൽ പുതുതായി തുടങ്ങിയ CH മുഹമ്മദ് കോയ സ്മാരക ലാബ് ആൻഡ് ലൈബ്രറി കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ VT അമീർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ MLA അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷൻ നസീബ അസീസ് മുഖ്യാതിഥിയായി. സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകൻ അസീം PAക്ക് ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് ഉപഹാരം നൽകി. സ്കൂളിലേക്കുള്ള സൗണ്ട് സിസ്റ്റം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PCA നൂർ സമർപ്പിച്ചു. പ്രിൻസിപ്പാൾ ഡോക്ടർ GS ശ്രീലേഖ, ഹെഡ് മിസ്ട്രസ് K ജിജ എന്നിവർ അക്കാദമിക് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. N മുഹമ്മദ്, N ഖദീജ, അബ്ദുറഹ്മാൻ, KM മാനുപ്പ മാസ്റ്റർ, K മുഹമ്മദ് അലി, PM ബാലചന്ദ്രൻ, സൈഫുന്നിസ, KT നുസ്രത്ത്, N സലീം നവാസ്, E മുകുന്ദൻ മാസ്റ്റർ, KT മൊയ്തു മാസ്റ്റർ, സലാം ചമ്മുക്കൻ, ഷെരീഫ് പാലോളി, സോമൻ TR, ജിനീഷ് ബാബു, നാസർ ഇലിംലിയം, തുടിമ്മൽ സുലൈമാൻ ഹാജി, പ്രഷീല MP, ഷാഫി മാസ്റ്റർ, സുബൈദ, ഇസുമുദ്ദീൻ, ഫമിദ, ഡോക്ടർ ഷാവുൽ അമീദ്, K രാജൻ, ഗോപികൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വിനു പുല്ലാനൂർ നന്ദിയും പറഞ്ഞു.